വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സോസാണ് ഷെസ്വാൻ സോസ്. ഈ സോസ് ഷെസ്വാൻ ചിക്കനിലും ഷെസ്വാൻ ഫ്രൈഡ് റൈസിലും ഷെസ്വാൻ നൂഡിൽസിലും അതുപോലെ തന്നെ ചിക്കൻ ലോലിപോപ്പിലും ഉപയോഗിക്കുന്നതാണ്. ഇതിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ചുവപ്പ് മുളക് അതൊരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് ചേർക്കുന്ന കളറിന് വേണ്ടിയിട്ടാണ്, മറ്റേത് എരിവിന് വേണ്ടി. ചിലരൊക്കെ ഈ മുളക് മാത്രം, സാധാരണ ഉള്ള ചുവപ്പ് മുളക് മാത്രം വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എരി കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ പകുതി എടുത്ത് അരി കളഞ്ഞതിന് ശേഷം വേണം എടുക്കേണ്ടത്. ഇനി ഇത് ഒരു പാനിൽ വെള്ളം വെച്ച് അതിലിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞ് അരച്ചെടുക്കാനുള്ളതാണ്. വെള്ളം അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ളത് വേണം. ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇത് ചൂടായി തുടങ്ങി. ഇനി അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് തിളച്ചതിന് ശേഷമാണ് ഒരു 5 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് 8 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മുതൽ 10 മിനിറ്റ് വരെയാണ്, മിനിമമാണ് 5 മിനിറ്റ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി അങ്ങ് പതിഞ്ഞ് ഇതായത് കണ്ടില്ലേ, ഇങ്ങനെ സോഫ്റ്റായി. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാണ് മിക്സിയിൽ അരച്ചെടുത്ത റെഡ് ചില്ലി പേസ്റ്റ്. മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓണാക്കാം. ഇതിൽ ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. വെളുത്തുള്ളി വേണം കൂടുതൽ ചേർക്കേണ്ടത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് മാറണം, പച്ചമണം മാറണം. 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി. അതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ചില്ലി പേസ്റ്റ് ചേർക്കാം. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് മിക്സി കഴുകി 3 ടേബിൾ സ്പൂൺ വെള്ളം, അര ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ വിനീഗർ, ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ.
അങ്ങനെ നമ്മുടെ സോസ് റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ഈ സോസ് അല്പം പോലും വെള്ളമയമില്ലാത്ത കുപ്പിയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം ഇരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഷെസ്വാൻ ചിക്കനോടൊപ്പം ഫ്രൈഡ് റൈസിനോടും നൂഡിൽസിനോടും അതുപോലെ തന്നെ ലോലിപോപ്പ് ചെയ്യുമ്പോഴും അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.